ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി എം ഡി എൻ CEO ഓഫ് ഷെയർവെൽ സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നതൊരു മ്യൂട്ടഡ് സ്റ്റാർട്ടാണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് ഒഴികെ ചൈനീസ് മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ വീക്കായിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ 9 മുതൽ ഒരാഴ്ച ലൂണാർ ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് മുമ്പ് ചൈനയിൽ വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കാണുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്ന ചൈനീസ് സ്റ്റോക്കുകൾ മോർണിംഗ് സെഷനിൽ നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഈവനിങ് സെഷൻ വന്നപ്പോൾ വലിയ ക്രാഷാണ് നമ്മൾ കണ്ടത്. ഇന്ന് മോർണിംഗിലും വലിയ ഒരു സെല്ലിംഗ് പ്രഷറാണ് ചൈനീസ് മാർക്കറ്റിലുള്ളത്. ചൈനീസ് ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സ്റ്റോക്ക് സ്റ്റെബിലൈസേഷൻ ഫണ്ടൊക്കെ ഫോം ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ചൈനീസ് മാർക്കറ്റിൽ വലിയ സെൽ ഓഫ് ആണ് കാണുന്നത്. ചൈനയിലെ ഇൻവെസ്റ്റേഴ്സ് വിദേശത്ത് പ്രത്യേകിച്ച് US-ലും ജപ്പാനിലുള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ETFകളിലേക്ക് വലിയ രീതിയിൽ ഫണ്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ചൈനീസ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ചൈനീസ് സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഒരു പക്ഷേ ചൈനീസ് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ചൈനീസ് സെൻറ്റിമെൻറ്റ് ഏഷ്യയിൽ ചെറുതായിട്ടൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ജാപ്പനീസ് മാർക്കറ്റ് ബെറ്റർ ആയിട്ടാണ് ഇന്ന് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക്, അതുപോലെ തന്നെ യൂറോപ്യൻ മാർക്കറ്റൊക്കെ ഓൾമോസ്റ്റ് എല്ലാം ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസും S&P 500ഉം പുതിയ റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നാസ്ഡാക്ക് പുതിയ 52 വീക്ക് ഹൈയിലാണ് ക്ലോസ് ചെയ്തത്. ടെക്നോളജി സ്റ്റോക്കുകൾ തന്നെയാണ് അമേരിക്കയിൽ വലിയ രീതിയിൽ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ കമോഡിറ്റി നോക്കുകയാണെങ്കിൽ കമോഡിറ്റി വെള്ളിയാഴ്ച $2,052 പെർ ഔൺസിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരുന്നത് ഫെബ്രുവരി ഫ്യൂച്ചേഴ്സ്. ഇന്ന് മോർണിംഗിൽ $2,050 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ $77.67 പെർ ബാരലിനാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മോർണിംഗിലും ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. മെറ്റൽ ഫ്യൂച്ചേഴ്സ് വെള്ളിയാഴ്ച വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ കോപ്പറും നിക്കലും ഒഴികെ മറ്റെല്ലാ ഫ്യൂച്ചേഴ്സും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇൻ്ററിം ബഡ്ജറ്റൊക്കെ കഴിഞ്ഞു. ഇൻ്ററിം ബഡ്ജറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റിൽ കണ്ടു. നല്ല മുന്നേറ്റമാണ് പല സ്റ്റോക്കുകളും കാഴ്ചവെച്ചിട്ടുള്ളത്. ഇനി Q3 റിസൾട്ടിനനുസരിച്ചും ഉള്ള ഒരു മൂവ്മെൻ്റ് ആയിരിക്കും നമ്മൾക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ ഫ്ലെയറപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ചെറിയ നെഗറ്റീവ് ഇമ്പാക്റ്റൊക്കെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. ഇതുവരെയുള്ള Q3 റിസൾട്ടുകൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടുണ്ട്. റവന്യൂ പൊതുവെ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ ഉയർന്നിട്ടില്ല. എന്നിരുന്നാലും ഓവറോൾ പ്രോഫിറ്റബിലിറ്റി കമ്പനികളുടെ എല്ലാം കൂടിയിട്ടുണ്ട്. അറൗണ്ട് 1000 കമ്പനികളുടെ റിസൾട്ട് അനലൈസ് ചെയ്യുമ്പോൾ ഇതാണ് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ Q3 റിസൾട്ടുകൾ ശനിയാഴ്ച വരെ പുറത്തു വന്ന് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സാണ് എക്സലൻറ്റ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സ്റ്റോക്കിൽ ഒരു മുന്നേറ്റം വീണ്ടും കാണാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതുപോലെ തന്നെ ഗെയിലും എഞ്ചിനീയേഴ്സിൻ്റെയും ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ഈ വർഷം ബോണസ് ഇഷ്യൂ അനൗൺസ് ചെയ്യുന്നതാണ് ഇൻ്ററിം ബഡ്ജറ്റിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഉള്ളത്. തീർച്ചയായിട്ടും ഗെയിലും എഞ്ചിനീയേഴ്സിൻ്റെയും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നല്ല Q3 റിസൾട്ടുകളാണ് ഈ രണ്ട് കമ്പനികളും പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ ഗെയിലിൻ്റെയും എഞ്ചിനീയേഴ്സിൻ്റെയും സ്റ്റോക്ക് പ്രൈസിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. Paytm അഗെയിൻ നെഗറ്റീവ് ന്യൂസുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ച മോർഗൻ സ്റ്റാൻലി ഒരു ബോട്ടം ഫിഷിംഗ് നടത്തിയിരുന്നു. 2 എക്സ്ചേഞ്ചുകളും അതിൻ്റെ ട്രേഡിംഗ് ലിമിറ്റ് 10% കുറച്ചിരിക്കുകയാണ്. 20% നെഗറ്റീവ് റിയാക്ഷൻ തന്നെ കാണിക്കാൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന. ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ നെഗറ്റീവ് തന്നെയാണ്. ഫോഴ്സ് മോട്ടോഴ്സ് 2000 കോടി ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ തന്നെ മറ്റ് ബയോഫ്യൂവൽസ് യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന വെഹിക്കിൾസിന് വേണ്ടിയാണ്. സ്ലൈറ്റ്ലി പോസിറ്റീവ് ആണ്. ഏഷ്യർ മോട്ടോഴ്സ് സ്മോൾ കമേഴ്ഷ്യൽ വെഹിക്കിൾ സെഗ്മെൻറ്റിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് ഇലക്ട്രിക് സ്മോൾ കമേഴ്ഷ്യൽ വെഹിക്കിളുകൾ 2025 ഫൈനാൻഷ്യൽ ഇയറിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്.
അഡാനി എൻ്റർപ്രൈസും അഡാനി പോർട്ടൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നല്ല ക്വാർട്ടർ 3 റിസൾട്ടുകൾ പോസ്റ്റ് ചെയ്ത കമ്പനികളാണ്. താഴെ വരുമ്പോൾ മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ആസാദ് എഞ്ചിനീയറിംഗ്, പൊട്ടിയാനി ഗവർണൻസ്, കീറ്റെക്സ്, കിങ്സ് ഇൻഫ്ര വെഞ്ചർ, ഒപ്പം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അയൺ ഓർ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ NMDCനെ സംബന്ധിച്ചും പോസിറ്റീവാണ്. പൊതുവെ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ച്, ഇന്ത്യൻ സ്റ്റീൽ കമ്പനികളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളെല്ലാം വളരെ പോസിറ്റീവാണ്. അപ്പോൾ സെയിൽ, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവറൊക്കെ വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ് കാണുന്നത്. SBIയുടെ Q3 റിസൾട്ട് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. 7,100 കോടി രൂപ ഹിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ SBIയുടെ റിസൾട്ട് ബെറ്റർ ആണ്. പക്ഷേ Q2 ഒക്കെ നോക്കുകയാണെങ്കിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനിലൊക്കെ ചെറിയ റിഡക്ഷൻ ഉണ്ട്. പക്ഷേ ഓവറോൾ പെർഫോമൻസ് ബെറ്റർ ആണ്. PSU ബാങ്കുകളിൽ ഏറ്റവും നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള PNB, ബാങ്ക് ഓഫ് ബറോഡയൊക്കെയാണ്. ഈ സ്റ്റോക്കുകൾ വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. നമ്മൾ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള CDSL വീണ്ടും മുന്നേറാനുള്ള ചാൻസാണ് വരുന്ന ദിവസങ്ങളിൽ കാണുന്നത്. ഒപ്പം നമുക്ക് മാർക്കറ്റ് താഴെ വരുമ്പോൾ കൺസിഡർ ചെയ്യാവുന്ന സ്റ്റോക്കുകൾ, സോളാർ പമ്പുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ശക്തി പമ്പ്സ്, അതുപോലെ തന്നെ KSB ലിമിറ്റഡ്, റോട്ടോ പമ്പ്സ്. ഈ സ്റ്റോക്കുകളൊക്കെ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ വാങ്ങുന്നത് നന്നായിരിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. അഡാനി എൻ്റർപ്രൈസിൻ്റെ കോപ്പർ പ്ലാന്റ് കച്ച് കോപ്പർ കമ്മീഷൻ ചെയ്യാൻ പോവാണ്. മാർച്ചിലാണ് കമ്മീഷനും വരുന്നത്. ഇന്ത്യയിലത്തെ ഏറ്റവും വലിയ കോപ്പർ സ്മെൽറ്റിംഗ് പ്ലാന്റ് ആയിരിക്കും ഫുള്ളി കമ്മീഷൻ ചെയ്യുമ്പോൾ. 5 ലക്ഷം ടണ്ണിൻ്റെ കപ്പാസിറ്റിയാണ് മാർച്ചിൽ ഇനാഗുറേറ്റ് ചെയ്യാൻ പോകുന്നത്. അഡാനി എൻ്റർപ്രൈസിനെ സംബന്ധിച്ചത് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ്. ഈ ആഴ്ചയിൽ നമുക്ക് മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട്. 6-ാം തീയതി തുടങ്ങി 8-ാം തീയതി തന്നെ അനൗൺസ്മെൻറ്റ് വരാൻ പോകുന്നത്. വേറെ നെഗറ്റീവ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ പുതിയ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് സംബന്ധിച്ച ന്യൂസുകളൊന്നും ഉണ്ടാവില്ല. സ്റ്റാറ്റസ് കോ ആണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. റൈറ്റ്സ് റെയിൽവേ റിലേറ്റഡ് കമ്പനിയാണ്. നല്ല പോസിറ്റീവ് റിപ്പോർട്ടാണ്, കമൻറ്റുകളാണ് റിസൾട്ടിന് ശേഷം വന്നിട്ടുള്ളത്. Q3 റിസൾട്ട് എക്സ്പെക്റ്റ് ചെയ്ത രീതിയിൽ മുന്നേറിയിരുന്നില്ല. പക്ഷേ ഓവറോൾ വരുന്ന ന്യൂസ് ഫ്ലോസ് എല്ലാം തന്നെ റൈറ്റ്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. JSW എനർജി, KPI ഗ്രീൻ എനർജിക്കും സോളാർ റിലേറ്റഡ് ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ട്, സ്ലൈറ്റ്ലി പോസിറ്റീവാണ്. അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ് യാർഡിന് 150 കോടി രൂപ ഓർഡർ കിട്ടും. നേവിയുടെ 2 വെസലുകൾ റീഫിറ്റ് ചെയ്യാനാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഒരു സ്ട്രോങ് റെക്കമെൻഡേഷനും കൂടിയാണ് കൊച്ചിൻ ഷിപ്പ് യാർഡ് വീണ്ടും മുന്നേറാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. അൽഗോ ട്രേഡിങ്ങിൽ സെബി വലിയ കൺട്രോളാണ് കൊണ്ടുവരാൻ പോകുന്നതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എല്ലാവരും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ സർട്ടിഫിക്കേഷനൊക്കെ പാസ്സാക്കാൻ വേണ്ടി വരുന്നുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ബോർഡ് IPO എന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. APJ പാർക്ക് ലിമിറ്റഡ് IPO ആണ്. APJ സുരേന്ദ്ര പാർക്ക് ഹോട്ടൽസിൻ്റെ ഹോൾഡിംഗ് കമ്പനിയാണ്. 155 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഓൾറെഡി ആങ്കർ ഇൻവെസ്റ്റേഴ്സൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു IPO ആണ്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന SMEയിലെ ഒരു IPO ആണ്. NSE SMEയുടെ IPO ആണ്. ഈ IPO വരുന്നത് ആൽപെക്സ് സോളാർ ലിമിറ്റഡ് ആണ്. 109 രൂപ തൊട്ട് 115 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് വരുന്നത്. 115 രൂപയിലായിരിക്കാം അലോട്ട്മെൻറ്റ് വരുന്നത്. 1200 ലോൺ സൈസ്. ഈ കമ്പനിയുടെ ക്ലയൻസ് എല്ലാം തന്നെ പ്രമുഖ പവർ റിലേറ്റഡ് കമ്പനികളൊക്കെയാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു IPO ആണ് ആൽപെക്സ് സോളാർ ലിമിറ്റഡ്. 8-ാം തീയതി ഓപ്പൺ ചെയ്യും, 12-ാം തീയതി അവസാനിക്കും. അപ്പോൾ ആൽപെക്സ് സോളാർ ലിമിറ്റഡ് NSE SME IPOയിൽ എല്ലാവരും അപ്ലൈ ചെയ്യുന്നതെന്നായിരിക്കും. നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉണ്ട്. അറൗണ്ട് 100% ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ ചാൻസസ് ഉള്ള ഒരു IPO ആണ്. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ്. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കൺസോൾട്ടേഷൻ മോഡാണ് മാർക്കറ്റിൽ. നിഫ്റ്റിയുടെ ഒരു മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ വെള്ളിയാഴ്ച നിഫ്റ്റി വീണ്ടും ഒരു പുതിയ ഓൾ ടൈം ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഹയർ ലെവലിൽ നമ്മൾ സെല്ലിംഗ് പ്രഷറൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിൽ മാർക്കറ്റ് അപ്വേർഡ് മൊമെൻറ്റത്തിൽ എക്സിറ്റ് അടിക്കുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ എല്ലാവരും വളരെ കോഴ്സായിട്ട് ട്രേഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.